കലാകായിക രംഗങ്ങളിൽ ഒരുപോലെ പ്രശസ്തയായ 1981 പ്രമുഖ പത്രങ്ങളിലെല്ലാം ഫോട്ടോ വന്നിരുന്ന സുനന്ദ എന്ന യുവതിയുണ്ടായിരുന്നു. ആ യുവതി പിന്നീട് മലയാള സിനിമയിലെത്തി 5 വർഷം മാത്രം അഭിനയിച്ച് പേരും പ്രശസ്തിയും നേടി ഗുഡ് ബൈ പറഞ്ഞു പോയ ആ കാർത്തിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഫിലിം പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആയിരത്തി 1981 ആ ഒരു വർഷം മലയാളത്തിലെ പ്രമുഖമായ പത്രങ്ങളിലും ഇംഗ്ലീഷ് പത്രങ്ങളിലും അതിലെ സ്പോർട്സ് പേജുകളിൽ ഒരു യുവതിയുടെ ഫോട്ടോ നിരന്തരമായി വന്നിരുന്നു. ഒന്നുകിൽ സ്റ്റേറ്റ് ചാമ്പ്യൻ എന്ന നിലയിൽ ബാഡ്മിൻ്റൺ ചാമ്പ്യൻ, അല്ലെങ്കിൽ യുവജനോത്സവങ്ങളിൽ മത്സരം നേടിയ കലാകാരി, ഇങ്ങനെയാണ് വന്നിരുന്നത്. ഈ ഫോട്ടോ കണ്ട പലരും പറഞ്ഞു, ഈ കുട്ടി സിനിമയ്ക്ക് പറ്റിയ മുഖമാണല്ലോ എന്ന് വീട്ടിലുള്ളവർ പോലും പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് പലരും ആഗ്രഹിച്ചു ഈ കുട്ടി ഒരു നല്ല സംവിധായകൻ്റെ ചിത്രത്തിൽ വന്നിരുന്നെങ്കിൽ. പക്ഷേ ഈ സുനന്ദ എന്നാണ് പേര്, സുനന്ദയ്ക്ക് സിനിമയോട് ഒരു താല്പര്യം ഉണ്ടായില്ല, അഭിനയിക്കണ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ സുനന്ദ കരാട്ടെ വിദഗ്ധയാണ്, ബാഡ്മിൻ്റൺ ചാമ്പ്യനാണ്, കർണാടക സംഗീതം അറിയാം, പെയിൻറ്റിങ് അറിയാം, അങ്ങനെ വിവിധ സർവകലാവല്ലഭ കൂടിയാണ്. അങ്ങനെയാണ് ബാലചന്ദ്ര മേനോൻ്റെ സിനിമയിലൂടെ ഒരു പൈങ്കിളി കഥയിലൂടെയാണ് തുടക്കം കുറിച്ചത്. പിന്നീട് അറിയപ്പെട്ടത് മണിച്ചപ്പ് തുറന്നപ്പോൾ. അത് കഴിഞ്ഞ് വന്ന സിനിമകൾ ഒന്നിനൊന്ന് മെച്ചം. കൂടുതൽ നായികയായി അഭിനയിച്ചത് മോഹൻലാലിൻ്റെ കൂടെ. കുടുംബിനികൾ, വീട്ടിലുള്ളവരെല്ലാം ഈ നടിയെ സ്വീകരിച്ചു. കാർത്തികയായി. എങ്ങനെയാണ് കാർത്തികയായത്? യഥാർത്ഥ പേര് സുനന്ദ. അന്ന് മലയാള സിനിമയിൽ സുനന്ദ എന്ന പേരിലൊരു നടി ഉണ്ടായിരുന്നു. അപ്പോൾ മറ്റൊരു സുനന്ദ വന്നാൽ എങ്ങനെ ശരിയാവും? പേര് മാറ്റേണ്ടി വരും. 6-7 പേരുകൾ ആലോചിച്ചു. ഒടുവിലാണ് കാർത്തികയിലെത്തിയത്. അതെന്താ കാർത്തിക എന്നിടാൻ കാരണം? കാർത്തിക സുനന്ദയുടെ ജന്മനക്ഷത്രമാണ്. അങ്ങനെ കാർത്തികയായി. കാർത്തിക ഒരു കാർത്തിക വിളക്ക് തന്നെയായി മലയാള സിനിമയിൽ തിളങ്ങി. ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു, അഭിനയിക്കാൻ വേണ്ടി വന്നവളല്ല ഞാൻ, അഭിനയം കൊണ്ട് ജീവിക്കാനുമല്ല, എങ്ങനെയെങ്കിലും സിനിമയിൽ നിലനിൽക്കാനും ആഗ്രഹമില്ല. എനിക്ക് എൻ്റേതായ കൊല്ല നിബന്ധനകളുണ്ട്. അതായത് ഒരു വിട്ടുവീഴ്ചയ്ക്കും അടിവരയിട്ടുകൊണ്ട് ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ തയ്യാറല്ല. കെട്ടിപ്പിടിക്കാൻ പറ്റില്ല, ചുംബന രംഗങ്ങളിൽ അഭിനയിക്കാൻ പറ്റില്ല. ക്ലീൻ ഇമേജുള്ളൊരു നായികയായി, ചെറിയ വേഷമാണെങ്കിലും ക്ലീൻ ഇമേജുള്ള ഒരു നടിയായി അഭിനയിക്കാൻ തന്നെയാണ് എൻ്റെ ആഗ്രഹം. വാക്ക് പറഞ്ഞതുപോലെ കാർത്തിക പാലിച്ചു. കാർത്തിക അഭിനയിച്ച് ഏത് സിനിമയെടുത്ത് നോക്കിയാലും അതിൽ കോംപ്രമൈസ് ചെയ്തിട്ടില്ല. അതിൻ്റെ പേരിൽ ചില സംവിധായകർക്ക്, നിർമ്മാതാക്കൾക്ക്, നായകന്മാർക്കൊക്കെ വിഷമമുണ്ടായിരിക്കാം. അവർ വിഷമിച്ചത് മാത്രം മിച്ചം. ഞാൻ കാർത്തിയെ ഓർക്കുമ്പോൾ, കാരണം മേനോൻ്റെ പടത്തിലൊന്നും ഞങ്ങളന്ന് പോയിരുന്നില്ല. ബാലചന്ദ്ര മേനോനും നാനയുമായി അന്ന് നല്ല ടേംസിലായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ കവർ ചെയ്യാൻ പോകാറില്ല. മേനോനോടോ മേനോൻ്റെ ചിത്രങ്ങളോടോ എതിർപ്പൊന്നും ഉണ്ടായിട്ടില്ല. അത് അവരുടെ പ്രോബിലിറ്റീസ്. പക്ഷെ ഞങ്ങൾ കൂടുതൽ അടുപ്പം വന്നത് 86-ലാണ്. ആദ്യമായി മമ്മൂട്ടിയുടെ ഗൾഫ് യാത്ര, ആദ്യത്തെ മമ്മൂട്ടിയുടെ ഗൾഫ് യാത്ര, അതൊരു പ്രത്യേകതയായിരുന്നു. മമ്മൂട്ടി അങ്ങനെ അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റായി വന്നപ്പോൾ ആദ്യമായി വലതുകാല് വെച്ച് ഗൾഫ് യാത്ര പ്ലാൻ ചെയ്തപ്പോൾ അക്കൂട്ടത്തിൽ ഞങ്ങൾ 2 മാധ്യമ പ്രവർത്തകരുണ്ടായിരുന്നു, ഞാനും എം ബാലചന്ദ്രനും. ബാലചന്ദ്രൻ ചലച്ചിത്ര വാരികയുടെയും ഞാൻ നാനയുടെയും. ഈ 2 പേരെയും നിർദ്ദേശിച്ചതും മമ്മൂട്ടി തന്നെയാണ്.
മമ്മൂട്ടിക്ക് താല്പര്യം കൊണ്ട് തന്നെ കൊണ്ടുപോയത്. അപ്പോൾ പോകുമ്പോൾ കാർത്തികയും ആ ടീമിലുണ്ടായിരുന്നു. കാർത്തിക, ശ്രീനിവാസൻ, കൊച്ചു ഹനീഫ, അശോകൻ, കലാരഞ്ജിനി, മറ്റേ കൽപ്പന, അങ്ങനെ കുറേ പേര് അടങ്ങുന്ന സംഘമാണ്. ഇന്നസെൻറ്റും കൂടി ഉണ്ട്, മറക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ പോയപ്പോൾ ആദ്യം എല്ലാവർക്കും വിസ വന്നിരുന്നു. ഞങ്ങളെ യാത്ര അയക്കാൻ സുരേഷ് ഗോപി അടക്കമുള്ളവർ ട്രിവാൻഡ്രം എയർപോർട്ടിൽ വന്നിരുന്നു. അപ്പോഴാണ് അറിയുന്നത് എനിക്കും കാർത്തികയുടെ ചേച്ചി ഗീതയ്ക്കും കാർത്തികയുടെ അച്ഛനും അന്ന് വിസ വന്നിട്ടില്ല. ഒരുപക്ഷെ വേറെ കളിയായിരിക്കാം, ഞങ്ങളെ തന്ത്രപൂർവ്വം കൊണ്ടുപോകാതിരിക്കാനുള്ള കളിയായിരിക്കാം. പക്ഷെ മമ്മൂട്ടി അവിടെ സ്ട്രോങ് ആയിട്ടുള്ള നിലപാടെടുത്തു. ഇവർക്ക് പല്ലിശ്ശേരിക്ക് അടക്കമുള്ളവർക്ക് വിസ ഇല്ലാതെ വരാതെ ഞങ്ങൾ ഇവിടുന്ന് ഫ്ലൈറ്റ് കയറില്ല എന്ന് പറഞ്ഞു. ആകെ പ്രശ്നമായി. മമ്മൂട്ടി അടക്കമുള്ള സംഘം വന്ന ഫ്ലൈറ്റിൽ കയറില്ല എന്ന് പറഞ്ഞാൽ അവിടെ പ്രോഗ്രാം പ്രശ്നമാവില്ലേ. അപ്പോൾ അവിടെ നിന്ന് അവർ ചോദിച്ചു, ഇന്ന് ഞങ്ങൾ വിസ അയക്കുന്നുണ്ട്, ഞങ്ങൾ മനഃപൂർവ്വം വൈകിച്ചതല്ല, ചില സാങ്കേതിക തകരാറ് വന്നതാണ്, ഇന്ന് തന്നെ വിസ വരും, അവർ നാളത്തെ ഫ്ലൈറ്റിൽ വരും, അവരവിടെ വന്നതിന് ശേഷം മാത്രം നിങ്ങൾ ഈ പ്രോഗ്രാമിൻ്റെ റിഹേഴ്സൽ തുടങ്ങിയാൽ മതി എന്ന് തീരുമാനിക്കുന്നു. ഞങ്ങൾക്ക് അന്ന് വിസ വരുന്നു, പിറ്റേ ദിവസം ഞങ്ങൾ പോകുന്നു. അപ്പോൾ കൂടുതൽ അടുപ്പം വരുന്ന ചില എനിക്ക് ഫോട്ടോ എടുക്കാനൊന്നും അറിയില്ല, എനിക്ക് എഴുതാൻ അറിയാതൊക്കെ ചെയ്യാം. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ ഒരു ഭാഗത്ത് ഞാനും അനീഫയും ഒരു മുറിയിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. അടുത്ത് ഈ കാർത്തിക ഈ തടാകത്തിലേക്ക്, മറ്റേ ഈ വലിയ ഹോട്ടലാണ്, ആ ഹോട്ടലിൻ്റെ തടാകത്തിലേക്ക് ഇങ്ങനെ നോക്കി പകുതി ഫേസ് കൊടുത്തൊരു ഫോട്ടോയുണ്ട്. അപ്പോൾ ഞാൻ അനീഫോട് പറയും, ഇത് ഈ ഫേസിലൊരു ഫോട്ടോ എടുത്താൽ നന്നായിരിക്കും. ഫോട്ടോ എടുക്കാൻ നന്നായിരിക്കും, അതല്ല ഫോട്ടോ എടുത്താൽ നന്നായിരിക്കും, അല്ല ഞാൻ ആ ഫോട്ടോ എടുത്താലോ ഇരിക്കുകയാണ്. അത് നിനക്ക് ഫോട്ടോ എടുക്കാൻ അറിയോ? ഫോട്ടോ എടുക്കാൻ അറിയില്ല, നോക്കാം. അപ്പോൾ അത് ഓട്ടോമാറ്റിക് ക്യാമറയാണത്, ആർക്കും എടുക്കാവുന്ന വയസ്സിലാണത്. അപ്പോൾ ഞാൻ കാർത്തിക അതേ പോസ്റ്റിൽ എന്നെങ്കിൽ അത് നന്നാക്കണം ഒരു ഫോട്ടോ. അപ്പോൾ കാർത്തിക പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ അനീഫ് പറഞ്ഞു, നീ എഴുതി എല്ലാവരെയും വേദനിപ്പിക്കാറുണ്ട്, ഇനി ആ ഫോട്ടോ എടുത്ത് കൊളാക്കി വേദനിപ്പിക്കണോ എന്നാണ് അനീഫയുടെ കമൻറ്റ്. ചിരിച്ചു പോയി. ഞാൻ പറഞ്ഞു അത് പരീക്ഷിക്കാം, കാർത്തികയുടെ അനുവാദമുണ്ടല്ലോ. എന്തായാലും ആ ഫോട്ടോ ഒറ്റ ക്ലിക്കിൽ ഫോട്ടോ കിട്ടി, മനോഹരമായൊരു ഫോട്ടോ ആയിരുന്നു. അപ്പോൾ അനീഫോട് പറഞ്ഞു, അനീഫേ ഞാൻ വേദനിപ്പിക്കുക മാത്രമല്ല, ഞാൻ ആരും വേദനിപ്പിക്കാറില്ല, പലരും വേദനിച്ച് പോകുന്നതാണ്. അങ്ങനെ ഒരു വന്നെങ്കിലും എന്നോട് അടുക്കാൻ പല നടികൾക്കും എന്നോട് അടുക്കാൻ പേടിയുണ്ടായിരുന്നു. ഞാൻ എന്തെങ്കിലുമൊക്കെ, അതായത് ഞാൻ ഒരു ദുഷ്ട കഥാപാത്രമായി ഞാൻ അവരെക്കുറിച്ചൊക്കെ നല്ലത് എഴുതിയാൽ എന്തെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും ഗോസിപ്പ് പോലെ എഴുതുമെന്നുള്ള പേടിയും ഇവർക്കുണ്ടായിരുന്നു. എങ്ങനെ അകന്നു പോയാലും ഞാൻ ദോഷകരമായിട്ട് ഒരു നടിയെക്കുറിച്ചും ദോഷകരമായി എഴുതിയ, പിന്നെ അത്രയും സഖി കെട്ടുന്നതാണെന്ന് ആലോചിക്കണം. സഖി കെട്ട് എനിക്കല്ല സിനിമയ്ക്ക് ദോഷം ചെയ്യാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വരുമ്പോഴാണ് എന്തെങ്കിലും എഴുതി പോകുന്നത്. 5 വർഷം മലയാള സിനിമയിൽ നിന്ന കാർത്തികോട് ഒരു ദിവസം ചോദിച്ചു, എന്തിനാണ് കരാട്ടെ പഠിച്ചത് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അതൊരു സ്വയം രക്ഷയ്ക്കാണ്. നമുക്ക് എവിടെ പോകുമ്പോഴും ഒരു ധൈര്യം, നമുക്ക് കരാട്ടെ അറിയാമെന്നുള്ളതാണ്. അത് ചിലപ്പോൾ പ്രയോഗിക്കുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ സംരക്ഷിക്കാൻ പറ്റും. കാർത്തിക വിവാഹിതയായി സുഖമായി ജീവിക്കുന്നു, ഇപ്പോഴും തിരുവനന്തപുരത്ത്. മലയാളികളുടെ മനസ്സിൽ ഒരു നല്ല ഓർമ്മ, നല്ല നടി, പറഞ്ഞതുപോലെ ഒരു കോംപ്രമൈസ് ചെയ്യാതെ സിനിമയിൽ അഭിനയിച്ച്, അതായത് നമ്മൾ അഗ്നി ശുദ്ധി വരുത്തി എന്ന് പറഞ്ഞ പോലെ നല്ല പേര് നേടി പോയൊരു നടിയാണ് കാർത്തിക.